എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് പിള്ളേരെല്ലാവരും കൂടിയിട്ട് കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. അതായത് ആ ചർച്ചിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മഴ. ആ മഴയുടെ ഒരു രൂപം ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ റോഡ് മൊത്തം വെള്ളക്കെട്ടായിരുന്നു. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നത് വണ്ടി നിന്നു പോവോ എന്നൊരു ചെറിയൊരു പേടിയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്കുള്ള യാത്ര തിരിച്ചു. ഗൂഗിൾ മാപ്പും ഓൺ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല മഴ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ മഴയെല്ലാം നമ്മൾ അങ്ങ് കുത്തി തുറന്നുകൊണ്ട് നമ്മൾ പള്ളിയുടെ മുന്നിലെത്തി. പള്ളിയിലെത്തുമ്പോൾ നമ്മൾ ഒരു പെർ ഹെഡ് 10 രൂപയാണ് പള്ളിയിലേക്കുള്ള എൻട്രി ഫീ. എല്ലാം ചെയ്ത് നമ്മൾ പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ നമ്മളങ്ങ് അത്ഭുതപ്പെട്ടു. അതിൻ്റെ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ രൂപകൽപ്പനയായിരുന്നു. ആരായാലും അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അന്തം വിട്ട് നിന്നു പോകും. പിന്നെ കൂടാതെ ഫോട്ടോഗ്രാഫിയൊന്നും പള്ളിക്ക് ഉള്ളിലേക്ക് അനുവദിക്കില്ല. പുറത്ത് അതിനും വേണ്ടി ഒരുപാട് ഗാർഡനിങ്ങും അതിഗംഭീരമായ ഇതിന് രൂപകൽപ്പനയും കണ്ട് നമ്മളവിടെ നിന്നു പോകും. അത്രയ്ക്ക് രസമാണ് അവിടെ കാണാൻ തന്നെ. കൂടാതെ തന്നെ ഈ പള്ളി നമ്മൾ നിർമ്മിച്ചത് 1839 ഒക്ടോബർ 8 ഈ പള്ളിയുടെ തറക്കല്ലിട്ടത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടുകാരന്മാരെ കണ്ട് ഇനിയും 2 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ പള്ളിക്ക് ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ എത്തിയത്. പള്ളിയുടെ പിറകു വശത്തേക്കാണ് എത്തിയത്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ ഗാർഡനും പിന്നെ ഒരു ഗ്രൗണ്ടും പിന്നെ കളി കാണാൻ വന്ന ആളുകളും ഫോട്ടോസ് എടുക്കാൻ വന്ന ആളുകളും പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ആളുകളും അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. കൂടാതെ തന്നെ പള്ളിയുടെ പിൻവശത്തു കൂടി നോക്കുമ്പോഴും പള്ളിയുടെ ആ ഭംഗി, ആ രൂപകൽപ്പന നമ്മളെ അന്തം വിട്ട് നിർത്തിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് ഭംഗിയാണ് ആ രൂപകൽപ്പന. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സമയം ചിലവഴിച്ചു, പലതരം ഫോട്ടോസ് എടുത്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കേട്ടോ. ഇത് പള്ളിയുടെ ഒരു സൈഡാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് കൂടെ നടന്നിട്ട് പള്ളിയുടെ മുൻഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ആ മഴക്കാറൊക്കെ ഉള്ള കാരണം കൊണ്ട് ആളുകൾ കുറവായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് നേരം കറങ്ങി വന്നപ്പോൾ തന്നെ ആളുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങി. കാരണം മഴയുടെ ആ ആഘാതം ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ ആളുകൾ വീണ്ടും വരാൻ തുടങ്ങി. കുറേ പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പള്ളി അടച്ചിടാൻ ടൈം ആയിരിക്കുന്നുണ്ട്. കാരണം പള്ളി ഇപ്പോൾ ക്ലോസ് ആവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം നോക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഈ മഴമേഘങ്ങളും ഈ ചെറിയ ചാറ്റമഴയും ഇടയിൽ ഈ പള്ളി കാണാൻ നല്ലൊരു ഭംഗിയാണ്. കാരണം ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മാറ്റം തന്നെ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും തൊട്ട് മുന്നിലായിട്ടൊരു ഗാർഡനും അതിന് മുന്നിൽ നിവർന്നു നിൽക്കുന്ന ഈ പള്ളിയും നമ്മൾ ഏതൊരു മനുഷ്യനെയും ഒന്ന് അത്ഭുതപ്പെടുത്തും. ഒരുപാട് നേരം ഞാനിവിടെ ചിലവഴിച്ചു. അതോടുകൂടി തന്നെ നിങ്ങൾക്കറിയാം ഈവനിങ് ടൈമായി പള്ളിയുടെ മൊത്തം ലൈറ്റ് ഓണായപ്പോൾ തന്നെ പള്ളി വേറൊരു രീതിയിലേക്ക് മാറി. കാരണം അധികമായ ലൈറ്റൊന്നുമില്ല, ചെറുതായ ലൈറ്റ്. അതിനിടയിൽ പള്ളി കാണാൻ ഒന്നും കൂടി ഭംഗിയാണ്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, നല്ലൊരു ഭംഗി. അധികം ലൈറ്റ് ഒന്നുമില്ല. നമ്മുടെ ഒരു ശരിക്കും ഒരു ഫോറിൻ കൺട്രീസിൽ എങ്ങനെ ഉണ്ടാവും ഒരു പള്ളിയോ അല്ലെങ്കിൽ അവിടുത്തെ ബിൽഡിങ്ങോ അതേപോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വിസിലടിക്കാൻ തുടങ്ങി. കാരണം പള്ളിയുടെ മെയിൻ ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ അതിൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ അയാളുടെ പിന്നാലെ ക്യാമറയും പിടിച്ച് ഞാനും പോയി. ചേട്ടൻ എല്ലാ ആളുകളെയും ഗാർഡൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആളുകളെയും ഓടിക്കുന്നുണ്ട്. കാരണം അനുവദിച്ച സമയം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും ചേട്ടൻ്റെ പിന്നാലെ നടക്കാൻ ഒരുങ്ങി. എന്തായാലും ഈ പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊൽക്കത്തയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട ഒരു പള്ളി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം 2 പേര് ഇപ്പോഴും ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാരെയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും പതുക്കെ നമ്മൾ ഗേറ്റിന് പുറത്തേക്ക് വരികയാണ്. ഇതാണ് പള്ളിയുടെ ഗേറ്റ് കേട്ടോ. ഈ കാണുന്നതാണ് പള്ളിയുടെ ഗേറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഫസ്റ്റ് വ്യൂ കണ്ടു നിങ്ങൾ. നല്ല ഭംഗി കണ്ടില്ലേ? അപ്പോൾ ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ പേജ് ഫോളോ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.